അപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എന്നത്തെയും പോലെ ഇത്തവണയും CPM എന്ന് പറയുന്ന പാർട്ടി തന്നെ പ്രതികളെ അഥവാ ബലിയാടുകളെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഉന്നതരുടെ പ്രതികരണങ്ങളെല്ലാം ഇന്ന് പുറത്തേക്ക് വരുന്നത്. നമസ്കാരം. അപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ സെൽഫ് ഡിഫൻസിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അതായത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു നിലപാട് തന്നെയായി പോയി അത്. അതിനു മുൻപ് പല ഉന്നതരുടെയും പല നിലപാടുകളും പ്രസ്താവനകളും എല്ലാം ഇന്ന് പുറത്തേക്ക് വന്നു. ഇതെല്ലാം ചേർത്ത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി, സർക്കാർ എന്ന് ഞാൻ പറയുന്നില്ല, CPM എന്ന് പറയുന്ന പാർട്ടി പ്രതികളെ അല്ലെങ്കിൽ ബലിയാടുകളെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതില് ആര് രക്ഷപ്പെടും ആര് പെടും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇനി അതിനു മുൻപ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 2 FIRകളാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ 2 FIRകൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു FIR എന്ന് പറയുന്നത് കട്ലപ്പടിയുടെ ആ ഒരു സ്വർണ്ണപ്പാളികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ ആ സ്വർണ്ണപ്പാളികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇവിടെ ഒന്നാം പ്രതി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. കാരണം രണ്ടും കൊണ്ടുപോയിരിക്കുന്ന അദ്ദേഹം തന്നെയാണ്. പക്ഷെ മറ്റ് കക്ഷികൾ എന്ന് പറയുന്നത്, അതായത് മറ്റ് പ്രതികൾ എന്ന് പറയുന്നത് വ്യത്യാസം വരും. അതായത് ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർ ആ സമയത്തുള്ളത് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 FIR വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയും മൂന്നാമത്തെ FIR എന്തുകൊണ്ട് ഇട്ടില്ല എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യണം. അതായത് ഇപ്പൊ ഈ 2025 എന്ന് പറയുന്നത് വീണ്ടും പൂശിയ ആ പാളികൾ എന്ന് പറയുന്നത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊടുത്തുവിട്ടു. ആ വിഷയത്തില് ഹൈക്കോടതി അറിയാതെ ഒരു വസ്തു പോലും സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നുള്ള ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ ആ ചട്ടങ്ങൾ എന്ന് പറയുന്നത് പാലിക്കാതെ ഹൈക്കോടതിയെ അറിയിക്കാതെ ഈ സ്വർണ്ണപ്പാളികൾ എന്ന് പറയുന്നത് ചെന്നൈക്ക് കൊണ്ടുപോയി അതിന്റെ ആ ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ അറിയിക്കാതെ ഹൈക്കോടതിയിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രശാന്ത് എന്തിന് അത് കൊടുത്തുവിട്ടു? പക്ഷെ കുറെ ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് മുൻപ് കൊണ്ടുപോയിട്ടുണ്ടാവാം, ഇത്തവണ അത് നടക്കില്ല, ഞങ്ങൾ തന്നെ കൊണ്ടുപോകും എന്നൊക്കെ പ്രശാന്ത് പറഞ്ഞു എന്നൊക്കെ ഒരു വീരവാദമൊക്കെ മുഴക്കുന്നുണ്ട്. പക്ഷെ ഹൈക്കോടതിയെ എന്തുകൊണ്ട് അറിയിച്ചില്ല? അവിടെയും തട്ടിപ്പുണ്ട്. അപ്പൊ മൂന്നാമത്തെ ഒരു FIRും കൂടി അവിടെ ഗൂഢാലോചനയുടേതായിട്ടുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ നമ്മളുടെ വിഷയം ആരെയൊക്കെയോ രക്ഷിക്കാൻ നമ്മളുടെ CPM ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പോ ആദ്യത്തെ ഒരു വിഷയം, നമ്മളുടെ ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്ന ഒരു പ്രസിഡന്റ് ഉണ്ട്, N വാസു എന്ന് പറയുന്നത്. അദ്ദേഹം കൈയൊഴിഞ്ഞു. എന്റെ സമയത്ത് ഇതൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കിതിൽ ഉത്തരവാദിത്തമില്ല. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത്, അതായത് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രശാന്താണ്. പ്രശാന്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കാലത്തല്ലല്ലോ ഇത് നടന്നിരിക്കുന്നത്, 2019 2025 കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചു ചോദ്യം ചെയ്യേണ്ടതാണ്. അപ്പോ അതിന്റെ ഒപ്പം തന്നെ ഇന്ന് പറയുന്നത് ഈ പറയുന്ന 2019 സംഭവം തന്നെ സ്ട്രെസ് ചെയ്ത് പറയുകയും 2025 ദേവസ്വം കമ്മീഷണറും അല്ലെങ്കിൽ തിരുവാഭരണം കമ്മീഷണറും എല്ലാം ചേർന്ന് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത് ചെന്നൈക്ക് എത്തിച്ചത് എന്നുള്ള ഒരു ന്യായീകരണവുമാണ് പറയുന്നത്. അപ്പോ അവിടെയും പ്രശാന്തിനെയും രക്ഷപ്പെടുത്തി എന്നുള്ളത് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 2025 FIR ഇട്ടിട്ടില്ല. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രതിസ്ഥാനത്ത് ഇല്ല. പക്ഷേ മറ്റൊരു FIRൽ, ആദ്യം പറഞ്ഞ 2 FIRകളിൽ ഒരു FIRൽ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രതികളാണ്. 2019 ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ആണ് പ്രതികളായിട്ടുള്ളത്. അന്ന് പ്രസിഡന്റ് ആയിരിക്കുന്നത് A പത്മകുമാർ ആണ്. അപ്പോ പത്മകുമാർ എന്ന് പറയുന്നത് അവിടെ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ സർക്കാരും അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സമയത്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് തന്നെ വഴികൾ കണ്ടെത്തേണ്ടി വരും. ആ സമയത്ത് ഇന്ന് പറയുന്ന പ്രസ്താവന വളരെ ഞെട്ടിക്കുന്നതാണ്. അതായത് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അവിഹിതമായിട്ടുള്ള ഒരു ബന്ധം എനിക്കുണ്ട്, അദ്ദേഹത്തിന് പല ഫേവറുകളും ഞാൻ ചെയ്തു കൊടുത്തു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എന്ന് മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അന്വേഷിക്കാത്ത ഒരു കാര്യമുണ്ട്. എനിക്കാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ആദ്യമേ ബന്ധം, അതോ മറ്റു ചിലർക്കാണോ എന്നുള്ളത് മാധ്യമങ്ങൾ പോലും അന്വേഷിച്ചില്ല എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് അവിടേക്ക് എത്തിയിരിക്കുന്നത് 2007 അതായത് ചേർത്തല ഭാഗത്തുള്ള ഒരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമലയിൽ രംഗപ്രവേശം ചെയ്യുന്നത്. അതിനു മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടതായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഞാൻ നോക്കി, അദ്ദേഹം
2007 മുൻപ് ജാലഹള്ളി, അതായത് കർണാടകയിലുള്ള ജാലഹള്ളിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലത്തെ ശാന്തിക്കാരനായിരുന്നു, അതായത് മേൽശാന്തിയായിരുന്നു. എന്നിട്ട് ഈ പത്മകുമാർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അവിടെ ക്ഷേത്രത്തിലെ തന്ത്രി ആരായിരുന്നു എന്ന് കൂടി നിങ്ങൾ അന്വേഷിക്കണം. അതായത് അവിടെ ഞാൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആ ക്ഷേത്രത്തിന്റെ തന്ത്രി എന്ന് പറയുന്നത് ശബരിമലയിലെ തന്ത്രിയായിട്ടുള്ള കണ്ഠര് രാജീവര് തന്നെയാണ്. അപ്പൊ 2007 മുൻപ് ജാലഹള്ളി ക്ഷേത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മേൽശാന്തി ആയിരുന്നപ്പോൾ കണ്ഠര് രാജീവരുമായിട്ട് ഉറപ്പായിട്ടും ബന്ധമുണ്ടായിരുന്നിരിക്കണം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇവിടെ ഇപ്പോ പ്രതിസ്ഥാനത്ത്, അതായത് പരിചയമുള്ള ഒരാളെ സന്നിധാനത്തെത്തിച്ചു, അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പത്മകുമാർ പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരത്തെ ശബരിമലയിൽ പ്രത്യക്ഷപ്പെടുത്തിയത് കണ്ഠര് രാജീവര് തന്നെയാണ് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ നിലപാട്. അപ്പോ അടുത്ത ഒരു പ്രതിസ്ഥാനത്ത് കണ്ഠര് രാജീവരെ ചേർക്കുമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയെങ്കിലും ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോ ഇവിടെ വളരെ വ്യക്തമാണ് പത്മകുമാറിനെയാണ് സർക്കാർ കൈയൊഴിഞ്ഞിരിക്കുന്നത്. മറ്റ് രണ്ടുപേരെയും സർക്കാർ ചേർത്ത് നിർത്തുന്നു. അവിടെ പത്മകുമാർ എന്ന് പറയുന്നത് ഇനി വരും ദിവസങ്ങളിൽ പല രഹസ്യങ്ങളും തുറന്നു പറയും എന്നുള്ളത് തന്നെ നമുക്ക് അനുമാനിക്കാം. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് പറയാൻ വെച്ചിരുന്ന കാര്യങ്ങളാണ് വിഷമം കൊണ്ട് ഇപ്പൊ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നത്, നിങ്ങളെങ്കിലും അത് അന്വേഷിക്കേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന നടപടി എടുത്തത്.